എന്നും സൂര്യൻ ഉദിച്ചു വരുന്നത് കാണിച്ചല്ലേ തുടങ്ങണത്. അപ്പോൾ വിചാരിച്ച് ഇന്ന് അസ്തമയം തൊട്ടങ്ങ് കാണിക്കാമെന്ന്. അപ്പോൾ ഇപ്പോൾ സമയം എത്രയെന്ന് അറിയുമോ? 11 മണിയായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിതാ പുറത്ത് പോയി ആഹാരം കഴിക്കാമെന്ന് പറഞ്ഞ് പുറത്ത് പോയതാണ്. അങ്ങനെ ചേട്ടൻ ഇന്ന് കുറച്ച് ലേറ്റായി വന്നപ്പോഴേക്കും ഒരു മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വന്നപ്പോൾ എന്നാൽ ഒന്ന് പുറത്ത് പോയി അങ്ങ് കഴിച്ചേക്കാമെന്ന് വിചാരിച്ച് പോവുകയാണ്. ഞാൻ എപ്പോഴും പറയും പോലെ നമ്മുടെ ഏരിയയിൽ നൈറ്റ് ലൈഫാണെന്ന് തോന്നുന്നത് എല്ലാവരും കുറേ കൂടെ എൻജോയ് ചെയ്യണത്. കാരണം അങ്ങ് ഒന്ന് കുറച്ചങ്ങ് താഴോട്ട് ഇറങ്ങിയാൽ, തമ്പുരാൻ നടയിലോട്ട് ഇറങ്ങിയാൽ ഇഷ്ടംപോലെ ഹോട്ടലുകളാണ്. ഇല്ലാത്ത ഹോട്ടലുകളില്ല. ഒരു ചെറിയ തട്ടുകട ആയാൽ പോലും അവിടെ ഭയങ്കര തിരക്കാണ്. അങ്ങനെ ഞങ്ങൾ ആദ്യം നമ്മളിപ്പോൾ സ്ഥിരം പോകാറില്ല, ട്രൈ ക്യാപ്പ് തിരക്കി നേരെ അങ്ങ് പോയി. ഈ പറയും പോലെ മുറ്റത്തെ മുല്ലയ്ക്ക് മണയില്ലെന്നാണല്ലോ. തൊട്ടടുത്ത് ഹലായിസ് ഉണ്ട്, സംസമുണ്ട്. ഇതിപ്പോൾ 1 കിലോമീറ്റർ അപ്പുറത്ത് പോയാലാണ് ട്രൈ ക്യാപ്പ്. നേരെ അവിടെ ചെന്നപ്പോഴേക്ക് എന്താണെന്ന് അറിഞ്ഞുകൂടെ അവിടെ അടച്ചേക്കായിരുന്നു. അങ്ങനെ തിരിച്ച് ഹലായിസിൽ വന്നിട്ടുണ്ട്. പിന്നെ ഈ ഹലായിസിൽ വന്നിട്ട് ഒരുപാട് നാളായി കേട്ടോ. ഇതിനകത്ത് എന്താ പറയണ്ടേ, ഈ ഹോട്ടലിനകത്ത് കയറി കഴിച്ചിട്ട്, അല്ലെങ്കിൽ ഇപ്പം ഞങ്ങൾ 1-2 ബർത്ത്ഡേ ഫംഗ്ഷൻസൊക്കെ ഇതിൻ്റെ റൂഫ് ടോപ്പിൽ വെച്ചായിരുന്നല്ലോ നടത്തിയത്. എനിക്കറിഞ്ഞൂടെ, ഇവിടെ വന്ന് കയറിയപ്പോഴുണ്ട് നമ്മുടെ ഏരിയയിലുള്ള മുഴുവൻ ആൾക്കാരും അതിനകത്തുണ്ട്. ഈ 11:30 മണി സമയത്ത് പരിചയമില്ലാത്ത ഒരു മുഖം പോലും അതിനകത്തില്ലായിരുന്നു. ഞങ്ങൾ വിചാരിച്ചു, ഈശ്വര ഇതെന്ത് എല്ലാവരും ഇന്ന് ഈ ഹലൈസിൽ വന്നിരിക്കുന്നത്, എല്ലാവരെയും കൈ കാണിച്ച് സംസാരിക്കാനേ സമയം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെയാണ് മനസ്സിലായത് അവിടെ MGM സ്കൂളിൽ ഇന്നെന്തോ ആനുവൽ ഡേ എന്തോ ആയിരുന്നു. അപ്പോൾ അത് രാത്രിയൊക്കെ ആയിരുന്നു അവിടുത്തെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞ് പിള്ളേരെയും വിളിച്ചുകൊണ്ട് വരണം. അവർ നേരെ ഹലായിസിലോട്ടായിരുന്നു കയറിയത്. ഹലായിസിൽ കയറി എല്ലാവരും ഫുഡ് കഴിച്ചിട്ടാണ് പോണത്. അങ്ങനെ അവിടെ ഇപ്പോൾ ഇത് ബാക്കിൽ ഇങ്ങനെ ചെറിയൊരു പാർക്ക് പോലെയൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് കേശുവിന് അങ്ങ് ഭയങ്കര സന്തോഷമായി. പക്ഷേ കേശുവിന് ഒരു പരാതി ഉണ്ടായിരുന്നു, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ എന്നായിരുന്നു. അപ്പോഴേക്ക് ഇതാ ഓരോരുത്തരായിട്ട് വരാൻ തുടങ്ങി. ഇതിപ്പോൾ അവിടെ ഡാൻസ് ഫംഗ്ഷനൊക്കെ കഴിഞ്ഞാൽ മോൻ്റെ എന്തോ ഡാൻസ് എന്തോ ഉണ്ടായിരുന്നിട്ട്, അങ്ങനെയാണ് ആൾ കോസ്റ്റ്യൂമിലൊക്കെ നിൽക്കേണ്ടത്. അങ്ങനെ ഇതാ ഒരു കൊച്ചും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ കേശുവിന് ഒത്തിരി സന്തോഷമായി. കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴേക്ക് പിന്നെ പിള്ളേരുടെ ഒരു ബഹളമായിരുന്നു. എന്താ പറയുക, കേശുവിൻ്റെ ഇതുപോലെയൊക്കെ നമുക്കിപ്പോൾ എല്ലാ ദിവസവും കൊണ്ടുവരാനും പറ്റില്ലല്ലോ. അപ്പോൾ കിട്ടണ സമയത്ത് ഇങ്ങനെയൊക്കെ കൊണ്ടുപോയാൽ പിള്ളേർ ഭയങ്കര ഹാപ്പി ആവുമല്ലോ. അങ്ങനെ എപ്പോഴത്തെയും പോലെ ബെറോട്ടയാണ് ഓർഡർ ചെയ്തത്. വേറെ ഒന്നും ഓർഡർ ചെയ്യാനായിട്ട് അറിഞ്ഞുകൂടാ, അതാണ് ഒന്നാമത്തെ കാര്യം. വേറെ ഒന്നും നമുക്ക് ഇഷ്ടപ്പെടില്ല. എനിക്കാണെങ്കിൽ പിന്നെ ഒട്ടും ഇഷ്ടപ്പെടില്ല. അങ്ങനെ ഞങ്ങൾ ഇന്ന് ബെറോട്ടയും പോത്ത് ഫ്രൈയും ചിക്കനുമാണ് വാങ്ങിയത്. അങ്ങനെ കേശുവിന് ഒരു രക്ഷയില്ല. കേശു ഇപ്പോൾ പിള്ളേർ കൂടി വന്നപ്പോഴേക്ക് കേശു അങ്ങ് ഭയങ്കര ആ ഒരു ഓളത്തിലങ്ങ് നിൽക്കുകയാണ് കളിക്കാനായിട്ട്. ഇന്ന് അനന്തവും വന്നിട്ടുണ്ട്. അങ്ങനെ ഞാനും കേശുവും ചേട്ടനും അനന്തവും കൂടെയാണ് ഇന്ന് വന്നത്. അമ്മ പിന്നെ വരില്ല, അമ്മയ്ക്ക് ബുദ്ധിമുട്ടാണ്, നടക്കാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് അമ്മയ്ക്ക് പാഴ്സൽ വാങ്ങിക്കൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറേ സമയം ഇരുന്നപ്പോഴേക്ക് പൊറോട്ടയും ഫ്രൈയും ഒക്കെ വന്നിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ അറിയാമല്ലോ, നമ്മളെ കണ്ടാൽ മാത്രമേ അവർ അരി അടുപ്പത്തിടുള്ളൂ. അപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ മണിക്കൂർ കണക്കിരുന്നാലേ ഫുഡ് കിട്ടുള്ളൂ. അതിപ്പോൾ ഇന്ന ഹോട്ടലൊന്നുമില്ല, എവിടെ പോയാലും ഉള്ള അവസ്ഥ ഇത് തന്നെയാണ്. അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മളവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും 1:15 കേട്ടോ. പാതിരാത്രി 1:15 തിരിച്ചിറങ്ങിയത്. 12:45 ഒരു ഷാർജയും കൂടെയൊക്കെ കുടിച്ചപ്പോഴാണ് ഒരു സമാധാനമായത്. അങ്ങനെ ഞാനൊരു ഷാർജ കുടിച്ച്. അനന്തുവിന് പിന്നെ ഇതൊന്നും ഷാർജയും അവന് വലിയ താല്പര്യമില്ല, ജ്യൂസ് ഐറ്റംസേ അവന് താല്പര്യമില്ല. ആകെ അവൻ കുടിക്കുന്നത് ലൈം ജ്യൂസാണ്. അങ്ങനെ അവന് ലൈം ജ്യൂസ് വാങ്ങിച്ച്. കേശുവിനെ പിന്നെ പ്രത്യേകിച്ച് ജ്യൂസൊന്നും വാങ്ങിച്ചില്ല. ആൾ പറയണുണ്ടായിരുന്നു ഓറഞ്ച് വേണം, വാട്ടർ മെലൺ വേണമെന്നൊക്കെ. ഇതൊക്കെ പറച്ചിൽ മാത്രമേ ഉള്ളൂ, കുടിക്കണത് നമ്മളായിരിക്കും. അവനങ്ങനെ ഓർഡർ ചെയ്യും, പക്ഷേ മോൻ അത്രയ്ക്ക് അത് ഇഷ്ടമല്ല. ഷാർജ ഇഷ്ടമാണ്. പിന്നെ ഷാർജ നമ്മൾ വലിയ പ്രോത്സാഹിപ്പിച്ചില്ല. ഇടയ്ക്ക് ഇപ്പോൾ ചുമയും ചെവിവേദനയൊക്കെ വന്നിട്ട് അങ്ങോട്ട് കുറഞ്ഞതല്ലേ ഉള്ളൂ. അങ്ങനെ 1:15 ഇതാ അവിടെ നിന്ന് തിരിച്ചിറങ്ങി. ഇനി നേരെ വീട്ടിലോട്ട്. പിന്നെ ഒരു രസം തന്നെയാണ് കേട്ടോ. നമ്മളിങ്ങനെ പാതിരാത്രിയൊക്കെ ഇങ്ങനെ പോയി ഫുഡൊക്കെ കഴിക്കുമ്പോഴേ നല്ല രസമാണ്. ഞങ്ങൾ വിചാരിക്കും നമ്മൾ മാത്രമേ ഉള്ളെന്ന്. നമ്മൾ മൂടി പൊതിച്ച് കിടന്ന് ഉറങ്ങണ സമയമായിരിക്കും. പക്ഷേ ഒന്ന് റോഡിലോട്ട് ഇറങ്ങുമ്പോഴേക്കും എന്ത് തിരക്കും കാര്യങ്ങളും, ഭയങ്കര രസമാണേ. അങ്ങനെ അതാ ഇനി ഒന്ന് കിടന്ന് ഉറങ്ങണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 1:15 മണിക്ക് ചെന്ന് കിടന്നാലും ഉറക്കം വരില്ല. നമ്മൾ ചെന്ന് കിടന്നുടനെ ഉറങ്ങൂലല്ലോ, കാരണം നമ്മൾ നല്ല എൻജോയ്മെൻറ്റ് മൂഡിലൊക്കെ ഇരിക്കുകയല്ലേ. പിന്നെ കിടന്ന് കുറച്ച് സമയം എന്തായാലും ഒരു 2 മണി കഴിഞ്ഞിട്ടേ ഉറങ്ങുള്ളൂ, അത് വേറൊരു കാര്യം. അപ്പോൾ ഇനി രാവിലെ, ഇതിപ്പോൾ വെള്ളിയാഴ്ച ദിവസമാണ് കേട്ടോ. അപ്പോൾ ശനിയാഴ്ച ദിവസം കേശുവിന് സ്കൂളിൽ പോകണ്ട, അങ്ങനെ ഒരു സമാധാനമുണ്ട്. ഒരു അതിരാവിലെ ഒന്നും എഴുന്നേൽക്കേണ്ട കാര്യമില്ല. എന്നാലും നമ്മളിപ്പോൾ എഴുന്നേറ്റ് ശീലിക്കുന്നതുകൊണ്ട് നമുക്ക് രാവിലെ ആകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് ഉണർന്നോളും.
അപ്പോൾ എല്ലാവർക്കും കേശുവിൻ്റെ വൃന്ദാവനത്തിലോട്ട് വീണ്ടും സ്വാഗതം. അപ്പോൾ അതാ ഈ പുല്ലിൻ്റെ പുറത്തിട്ടാണ് ഇപ്പോൾ തീയിടണത്. അത് വേറൊന്നുമല്ല, അത് അങ്ങനെ തീയിടണ സമയത്ത് ആ പുല്ലൊക്കെ ഒന്ന് കരിഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങ് പുല്ല് വീണ്ടും മുളച്ചു വരണില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവിടെ തന്നെ ഇട്ടിങ്ങനെ ഇപ്പോൾ തീയൊക്കെ ഇടാനായിട്ട് നോക്കണത്. അങ്ങനെ മീൻകാരൻ്റെ സൗണ്ട് കേട്ടും കൊണ്ടാണ് ഓടി ഇറങ്ങിയത്. പക്ഷേ കുറച്ച് സമയം നിന്നിട്ടും ആളെ കാണാനില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് പുള്ളിക്കാരൻ അതുവഴി അങ്ങ് പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ മീൻകാരൻ അല്ലേയിരിക്കും. അങ്ങനെ കുറച്ച് സമയം അവിടെ നോക്കി നിന്ന് തിരിച്ചു വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ വിളിച്ചില്ലെങ്കിലാന്ന് വിചാരിച്ചിട്ടെ. കുറച്ച് സമയം ആൾ വരുമെന്ന് നോക്കി നിന്നിട്ട് പിന്നെ ഞാനങ്ങ് തിരിച്ചു കയറി പോയി കേട്ടോ. അതാ അപ്പോഴേക്ക് പ്രാവുകളൊക്കെ വന്നിരിക്കേണ്ടതല്ലേ. പ്രാവാണെങ്കിലേ ഞാൻ നോക്കുമ്പോഴേക്ക് മേളിൽ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ തറയിൽ വീണ് കിടക്കുന്നതാണ് കൂടുതലും കൊത്തി തിന്നണത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അത് മേളിലോട്ട് കയറുള്ളൂ. പക്ഷെ കാക്കയാണെങ്കിൽ അങ്ങനെയല്ല, നേരിട്ട് ഡയറക്റ്റായിട്ട് അത് തന്നെ വന്ന് കഴിക്കും. അങ്ങനെ വീണ്ടും അകത്ത് കയറി നിന്നപ്പോഴത്തേക്ക് അടുത്ത മീൻകാരൻ പോണ സൗണ്ട് കേട്ട്. അപ്പം ഞാൻ കണ്ടു പുള്ളിക്കാരൻ. അപ്പോൾ എന്തായാലും മീൻകാരൻ തന്നെ. അങ്ങനെ തിരിച്ചു വന്ന് നിൽക്കുന്നതാണ്. അപ്പം ഞാൻ വിളിച്ച് പറയാൻ മറന്നു തിരിച്ചു വരുമ്പോൾ നിർത്തണേന്ന്. പറഞ്ഞാൽ മാത്രമേ നിർത്തുള്ളൂ കേട്ടോ. നമ്മൾ എല്ലാ ദിവസവും വാങ്ങിക്കാത്തതുകൊണ്ട് അവർ നിർത്തൂല. മത്തി മാത്രമേ അതിലെ ദൂരം എല്ലാം നോക്കിയിട്ട് ഒരു രക്ഷയില്ല. ജനുവരി ഫെബ്രുവരി മാസത്തിൽ പാടായിരിക്കും. മത്തിയാണ് കൊണ്ടുവന്നത്. മത്തി കുഴപ്പമില്ല, ഇവിടെ ഒരാൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ തീരെ കുഞ്ഞു മത്തി, അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല. പിന്നെ നേരെ മേളിൽ കയറിയപ്പോഴേക്ക് ഞങ്ങളെ വീട് സൂപ്പറായിട്ട് കാണാൻ പറ്റും കേട്ടോ. അവൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അങ്ങ് മുറിച്ച് കളഞ്ഞപ്പോഴേക്ക് നന്നായിട്ട് വീട് കാണാൻ പറ്റും. പിന്നെ ഇനി ചെടിക്ക് വെള്ളം ഒഴിക്കണം, അതിനാണ് മേളിൽ കയറിയത് തന്നെ. അപ്പോൾ എൻ്റെ ബാൽസം ചെടിയൊക്കെ നല്ല പൂവിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നോക്കിയപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു തഴുതാമ നിൽപ്പുണ്ടായിരുന്നു. ഒരു കുഞ്ഞൻ തൈയായിരുന്നു. ഞാൻ എന്തായാലും അത് പുഴുത് കളഞ്ഞില്ല, അതവിടെ നിന്നോട്ടേ എന്ന് വിചാരിച്ച്. അല്ലെങ്കിൽ നമ്മൾ തഴുതാമ എടുക്കണമെങ്കിൽ റോഡിലൊക്കെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ റോഡിൽ നിന്ന് എടുക്കാൻ നമുക്കൊരു മടിയല്ലേ. അങ്ങനെ കുറച്ച് വെള്ളം കിട്ടിയപ്പോഴേക്കും അതുകൊണ്ടങ്ങ് അവിടെ പടർന്ന് നല്ല ഭംഗിയായിട്ട് നിൽപ്പുണ്ട്. അങ്ങനെ ഇനി അതിൽ നിന്നൊക്കെ ഒത്തിരി വെള്ളമൊക്കെ ഒഴിക്കണം, അതാണ് അടുത്ത ജോലി. ഈ തഴുതാമയ്ക്കൊരു കാര്യമുണ്ട്, ചെറുതായിട്ടൊന്ന് വെള്ളം കിട്ടിയാൽ മതി. ഇനിയിപ്പം ഈ എൻ്റെ ചെടികളെയൊക്കെ മറിച്ചിട്ടും കൊണ്ട് അതവിടെ നല്ല വലുതാവും. അതിനു മുമ്പ് ഞാൻ അതിനെ അവിടെ നിന്ന് ഓട്ടിക്കും. ഒരു തോരൻ വെക്കണമെന്നുണ്ട്. തഴുതാമ തോരൻ നല്ല ഭയങ്കര ഗുണമെന്നാണ് പറയണത്. ഞാൻ ഇന്നേ വരെ വെച്ചിട്ടില്ല. പിന്നെ ഇവിടെ ഉള്ളവരൊക്കെ എന്തെന്നറിയാമോ, ഈ തഴുതാമയിട്ട് വെള്ളം കുടിക്കും. ഷുഗറിനും കൊളസ്ട്രോളിനും BP-ക്കും ഒക്കെ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് തഴുതാമ വെള്ളം. ഒരിക്കൽ ഞങ്ങളവിടെ നിന്ന സമയത്ത് ഞങ്ങളുടെ വീടിൻ്റെ ഈ ഇടവഴിയിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ തഴുതാമ. ഒരാൾ കാറ് കൊണ്ടിട്ടിട്ട് നമ്മൾ ഈ ആടിന് കുഴ ഒടിച്ചുകൊണ്ട് പോകില്ല, അതുപോലെ തഴുതാമ പുഴുതെടുത്തുകൊണ്ട് പോകണത് കണ്ട് കേട്ടോ. നമുക്കാണല്ലോ ഇതിനൊന്നൊരു മാറ്റില്ലാത്തത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഇനിതാ ഇങ്ങോട്ട് കയറിയിട്ടുണ്ട്. കേശുവിനെ കുളിപ്പിക്കണം, അതാണ് പരിപാടി. എനിക്ക് കേശുവിനെ ഇനി ഞാൻ കുളിപ്പിക്കണമെന്ന് കാണിക്കണില്ല. കേശുവിൻ്റെ തലയിൽ വെള്ളം ഒഴിക്കുന്നത് മാത്രം കാണിച്ചാലും അപ്പോൾ എനിക്ക് അവിടെ നിന്ന് സ്ട്രൈക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ വീഡിയോ റിമൂവ് ചെയ്ത് കളയും. അതുകൊണ്ട് ഞാൻ കേശു കുളിക്കണമെന്ന് പോലും ഇനി പറയണില്ല. അങ്ങനെ മോനെ കുളിപ്പിച്ചിറക്കി നേരെ താഴോട്ട് വന്നപ്പോഴേക്ക് ചേട്ടൻ പോകാനായിട്ട് റെഡിയായി. ചേട്ടന് കടയിൽ പോകണമല്ലോ. അങ്ങനെ ഇവരൊക്കെ ഇപ്പം ലേറ്റായാണ് എഴുന്നേറ്റത്, കുറച്ച് ലേറ്റാണ് എഴുന്നേറ്റത്. കേശു ആയിരുന്നാലും ചേട്ടനായിരുന്നാലും അനന്തു ആയിരുന്നാലും ഇന്നലെ 2 മണിയൊക്കെ ആയപ്പോഴല്ലേ ഉറങ്ങിയത്. പക്ഷേ നമ്മൾ ഒരു 5:45 തന്നെ ഞാൻ എഴുന്നേറ്റ് കേട്ടോ. പക്ഷേ എനിക്ക് നല്ല ഉറക്കക്ഷീണമുണ്ട്. രാവിലെ നിൽക്കുമ്പോഴും ചെറിയൊരു കറക്കമുണ്ട്. ഉച്ചയ്ക്ക് പറ്റിയ കിടന്ന് ഉറങ്ങണം. പറ്റിയാലെന്ന് പറഞ്ഞാൽ കടയിൽ പോകണോണ്ട് ഉച്ചയ്ക്ക് ഉറങ്ങാനും പറ്റില്ല, അതാണ് പാട്. അങ്ങനെ ചേട്ടനെ യാത്രയാക്കാനായിട്ട് കേശു പുറത്തിറങ്ങി. ഇങ്ങനെയുള്ള ചില സന്ദർഭങ്ങളിൽ മാത്രമേ കേശുവിനെ പുറത്തിറക്കാറുള്ളൂ. അതുകൊണ്ട് അങ്ങനെ കിട്ടുന്ന അവസരങ്ങളൊന്നും കേശു കഴിവതും മിസ്സാക്കാറില്ല. അങ്ങനെ ഒരു 9 മണിയൊക്കെ ആയപ്പോഴാണ് ചേട്ടൻ പോയത്. കേശു ഇങ്ങനെ നോക്കി നിൽക്കണം, അങ്ങ് അറ്റം വരെ നോക്കും. അവിടെ നിന്ന് കണ്ണിന്ന് മറയണത് വരെ അങ്ങനെ നോക്കി നിൽക്കും.
ഇനി അടുക്കളയിൽ കയറി അടുത്ത അംഗം തുടങ്ങണമല്ലോ. ഇന്ന് രാവിലെ കാപ്പി ഉണ്ടാക്കിയത്, ഇന്ന് ഗോതമ്പ് ദോശയും ചമ്മന്തിക്കറിയും ഉണ്ടാക്കി. അത് അനന്തൂനും ചേട്ടനും കൊടുക്കാമെന്ന് പറഞ്ഞാണ് ഗോതമ്പ് ദോശയും ചമ്മന്തിക്കറിയും ആക്കിയത്. നമുക്ക് കഴിക്കാനായിട്ട് കുഴക്കട്ടയായിരുന്നു. ഇത് ഇന്ന് ഉണ്ടാക്കിയതല്ല, ഇന്നലെ രാത്രി അമ്മ ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ കുഴക്കട്ട. അപ്പോഴാണ് നമ്മൾ പുറത്ത് പോകുന്നുള്ള തീരുമാനങ്ങളൊക്കെ ആയത്. അങ്ങനെ ആ കുഴക്കട്ടേനെ അത് ചൂടൊക്കെ അറിയാൻ ശേഷം എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ കുഴക്കട്ടയാണ് കഴിക്കണത്. അപ്പോൾ എനിക്കാണെങ്കിൽ മുമ്പ് ഈ അരിക്കുഴക്കട്ടേക്കാളും ഗോതമ്പ് കുഴക്കട്ടയായിരുന്നു കേട്ടോ ഇഷ്ടം. അമ്മ അത് ശർക്കരയൊക്കെ, എൻ്റെ അമ്മ ശർക്കരയൊക്കെ ഇട്ട് അങ്ങനെ വേറെ രീതിയിൽ ഉണ്ടാക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൻ്റെ അടുത്തൊന്നും വലിയ താല്പര്യമില്ല. കുറേ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും കേട്ടോ. കുറേ നാൾ കഴിയുമ്പോൾ ആഗ്രഹങ്ങളെന്നല്ല ഇഷ്ടങ്ങളെല്ലാം. അങ്ങനെ ഞാൻ നേരെ അവിടുന്ന് കടയിൽ വരണമായിരുന്നു കരുവാട് വാങ്ങാനായിട്ട്. അങ്ങനെ നേരെ വീട്ടിലാണ് വന്നത്. അപ്പോൾ ഇവിടെ മരങ്ങളൊക്കെ മുറിച്ചപ്പോഴത്തേക്ക് എങ്ങനെ ഉണ്ടെന്നൊന്ന് നോക്കണമല്ലോ. എന്നിട്ട് അവിടെ നിന്നിട്ട് ഞങ്ങളെ വീട് എങ്ങനെ കാണാൻ പറ്റുമെന്ന് നോക്കണത്. ആ ഒരു മഞ്ഞ കാണണില്ല, അതാണ് ഞങ്ങളുടെ വീട്. അങ്ങനെ പിന്നെ വേറൊരു കാര്യമുള്ളത്, ഇപ്പോൾ ഇവിടെ ഇറങ്ങി ഇങ്ങനെ നമുക്ക് സമാധാനത്തോടെ നിൽക്കാൻ പറ്റണില്ലതാ ഈ ഒരു സൈഡ്. എന്ന് വെച്ചാൽ റോഡിലേക്ക് പോണവർക്ക് നല്ല ഭംഗിയായിട്ട് കാണാം. അല്ലെങ്കിൽ കുറച്ചൊരു ആ മരങ്ങൾ ഒരു വള്ളിപ്പടർപ്പ് പോലെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചെറിയൊരു മറയുണ്ടായിരുന്നു. ഇപ്പം മറയൊന്നുമില്ല. അപ്പോൾ ഇവിടെ നിൽക്കണമെങ്കിൽ ഇനി സൂക്ഷിച്ചും കണ്ട് വേണം നിൽക്കാനായിട്ട്. ഒരു സ്വാതന്ത്ര്യത്തോടു കൂടെ നിൽക്കാനായിട്ട് പറ്റൂല. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. എല്ലാവർക്കും നല്ല വൃത്തിയാക്കി ഭംഗിയാക്കി ഇട്ടപ്പോഴേക്കും. അപ്പോൾ അച്ഛൻ പറയാനുണ്ട് ഇവിടെ നിന്നാൽ നിങ്ങൾ അടുക്കളയൊക്കെ കാണാം. അടുക്കള കാണാൻ പറഞ്ഞാൽ ജനൽ കാണാൻ പറ്റും. അവിടെ ലൈറ്റ് കിടക്കുന്നതും ലൈറ്റ് ഓഫ് ചെയ്യണതൊക്കെ അറിയാമെന്ന്. അപ്പോൾ അത് നോക്കാനാണ് ഞാൻ അങ്ങ് മുകളിലോട്ട് കയറിയത്. അമ്മേരെ കൃഷികളിതാ കണ്ടില്ലേ. അമ്മേരെ എന്നാണ് എനിക്ക് കൃഷിയുടെ ആ ഒരു വാസന കിട്ടിയത് കേട്ടോ. അപ്പോൾ അമ്മയ്ക്കിപ്പോൾ വേറെ ഒന്നും അധികമൊന്നും ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു തക്കാളി നിന്നതായിരുന്നു. അതിൽ കുറേ തക്കാളി കിട്ടിയെന്ന് അച്ഛൻ പറയണം. പിന്നെ ഇപ്പോൾ അതിൽ കുറച്ച് പിഞ്ച് മാത്രമേ നിൽപ്പുള്ളൂ. പിന്നെ മുളക്, എന്തെങ്കിലും ഒരു ചെടി എവിടെ ചെന്നാലും നട്ടില്ലെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് എന്തോ ഒരു ഏനക്കേട് പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ അമ്മ അവിടെ നട്ടുപിടിപ്പിച്ചിരിക്കും. പണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഇല്ലാത്ത ചെടിയൊന്നും ഇല്ലായിരുന്നു. ഞങ്ങളെ പഴയ ഓടിട്ട വീട്ടിൽ ഇഷ്ടം പോലെ ചെടിയായിരുന്നു. അതുകൊണ്ട് എനിക്ക് എല്ലാ ചെടികളും ഇപ്പോഴത്തെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഇപ്പോൾ ഇറങ്ങിയ കുറച്ച് ചെടികളല്ലാണ്ട് പണ്ടത്തെ ചെടികളുണ്ടല്ലോ, അതെല്ലാം ഞങ്ങളെ വീട്ടിലുണ്ടായിരുന്നു. അതെല്ലാം രണ്ട് സൈഡുമായിട്ട്. അന്ന് ചെടിച്ചട്ടിയിലൊന്നും അല്ല കൂടുതലും നടണത്, തറയിലാണ് അമ്മ എല്ലാം വെച്ച് പിടിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതുപോലെയാണ് എനിക്കും ഇങ്ങനെ ചെടികളോട് വല്ലാത്തൊരു പ്രാന്തായിരുന്നു. ആ പ്രാന്തെല്ലാം ഞാൻ ഇപ്പം ഒന്ന് മാറ്റി വെച്ചിരിക്കുകയാണ്. പക്ഷേ എൻ്റെ അനിയത്തിക്ക് ഒരു ചെടി നടണമെന്നോ അതിലൊരു ശകലം വെള്ളം ഒഴിക്കണമെന്നോ അവൾക്ക് അങ്ങനെ ഒരു കാര്യങ്ങളുമില്ല. അങ്ങനെ അവിടെ നിന്നപ്പോൾ അശോകപ്പൂ നിൽക്കുന്നത് കണ്ട് അങ്ങനെ ഞാൻ വിചാരിച്ച് അശോകപ്പൂ എടുക്കാം. കേശുവിന് എണ്ണ കാച്ചി തേച്ച് കൊടുത്താൽ നല്ലതാണല്ലോ അശോകപ്പൂ ഇട്ടിട്ട്. അതുപോലെ തന്നെ അശോകപ്പൂ ഇട്ട് കുറുക്കി കുടിക്കണത് സ്ത്രീകൾക്കൊക്കെ നല്ലതാണെന്ന് പറയാം. അശോക അരിഷ്ടമായിരുന്നാലും അതിൻ്റെ കുറുക്കായിരുന്നാലും ഒക്കെ നല്ലതാണ് കേട്ടോ. അങ്ങനെ ഞാൻ എന്തായാലും ആ നിന്ന പൂവിനെ അങ്ങ് എടുത്തുകൊണ്ട് വന്നതാണേ. പിന്നെ പണ്ടൊക്കെ ഈ കരപ്പൻ അങ്ങനത്തെ അസുഖങ്ങളൊക്കെ വരുമ്പോൾ അശോകപ്പൂ ഇട്ടാണല്ലോ എണ്ണ കാച്ചി തേക്കുന്നത്. ഇപ്പം അങ്ങനത്തെ അസുഖങ്ങളൊന്നും കേൾക്കാനില്ല കേട്ടോ. പണ്ടായിരുന്നു അങ്ങനെയുള്ള കുറേ അസുഖങ്ങളെല്ലാം. അങ്ങനെ ഞാൻ ഈ കരുവാട് വാങ്ങിക്കാൻ വന്ന കൂട്ടത്തിലാണ് വീട്ടിലോട്ട് കയറിയത്. അപ്പോൾ അവിടെ നെത്തോലി കരുവാട് മാത്രമേ സ്റ്റോക്ക് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇത് മീനൊന്നും കിട്ടിയില്ല. അങ്ങനെയാണ് കരുവാടാക്കിയത്. അങ്ങനെ നെത്തോലി കരുവാട് ഞാൻ വാങ്ങിച്ചിട്ട് ചമ്മന്തി പൊടിക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അമ്മ പറയാനുണ്ട് വേണ്ട, അതിനെ അങ്ങ് നമുക്ക് കറി വയ്ക്കാമെന്ന്. അങ്ങനെ അമ്മ കറി വയ്ക്കാനായിട്ട് അതിനെ നുള്ളി കഴുകിയൊക്കെ എടുക്കുകയാണേ. അങ്ങനെ ഇനി തോരത്തിനൊക്കെ എന്തെങ്കിലും വേണമല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ മടിയൻ ചീര. ഇതിനെ ചായ മനസ്സ ഷുഗർ ചീര എന്നൊക്കെ പറയാനുണ്ട്. അതെടുക്കണം. പിന്നെ പുളിഞ്ചിക്ക എടുക്കണം. പുളിഞ്ചിക്ക ഇഷ്ടം പോലെ ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. സുനിതേച്ചിയുടെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഒരു 2-3 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇത് സുനിത ചേച്ചിയുടെ അനിയൻ്റെ വീടാണ്. അവരുടെ വീട്ടിൻ്റെ ബാക്കിൽ തന്നെ. അങ്ങോട്ട് വന്നപ്പോൾ എൻ്റെ പൊന്നോ, അവരുടെ പുളിഞ്ചി മരം നിറയെ പുളിഞ്ചിക്കയെന്ന് വെച്ചാൽ കുറേയൊക്കെ നല്ല വലുതായിട്ട്. ഇത്രയും പുളിഞ്ചിക്ക ഇവിടെ ആർക്ക് വേണം? അവരായിരുന്നാലും ആവശ്യത്തിന് മാത്രമായിരിക്കില്ല എടുക്കുന്നത്. കുറേയൊക്കെ തറയിൽ വീണും എനിക്ക് അറിഞ്ഞൂടെ ഇഷ്ടം പോലെ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ കുറേയൊക്കെ ഞങ്ങൾ പറിച്ചെടുത്ത് ഇതിങ്ങനെ കാണുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ആവേശമാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ ഫ്രഷ് ആയിട്ട് എനിക്ക് ഇതിൽ നിന്നിങ്ങനെ പറിച്ചെടുക്കണതാണ് കുറേ കൂടെ ഇഷ്ടം കേട്ടോ. ഇങ്ങനെ നിൽക്കണത് കാണുമ്പോഴത്തേക്ക്. പിന്നെ ഒരു കാര്യമുള്ളതുകൊണ്ടല്ല, സൂക്ഷിച്ചും കണ്ട് ഉപയോഗിച്ചില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് കുറച്ച് പ്രശ്നക്കാരനുമാണ്. എന്നാൽ അച്ചാറിട്ട ഇതുപോലെ ടേസ്റ്റുള്ള ഒരു സംഭവമില്ല. അതുപോലെ തന്നെ പുളിങ്കറി വെച്ചാലും കിടിലനാണ്. പുളിങ്കറിയല്ല ഒഴിച്ചു കൂട്ടാൻ വെച്ചാലേ. അപ്പോൾ അതിനായിട്ടൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയും ഒരു ചായ മനസ്സ് അങ്ങ് വളർന്നങ്ങ് കാട് പോലെ നിൽക്കുകയാണ്. ഇതിൻ്റെ തോരൻ നിങ്ങൾ കഴിച്ചിട്ടുണ്ട്? ഇത് വെച്ചിട്ട് തോരൻ ഉണ്ടാക്കിയിട്ട് ഭയങ്കര ഗുണമാണ്. ഒരുപാട് ഗുണങ്ങളുണ്ട്. നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. ചായ മനസ്സ എന്നുള്ള പേരിൽ ഈ ചീരയുടെ ഗുണങ്ങൾ. ചീരകളുടെ രാജാവെന്നാണ് കേട്ടോ ഇതിനറിയപ്പെടണത് തന്നെ. അത്ര ഗുണമാണ്. എനിക്കാണെങ്കിൽ ഞാൻ ഈ സംഭവം ആദ്യം കാണുന്നത് സുനിതേച്ചിയുടെ വീട്ടിൽ നിന്നിട്ട് തന്നെയാണ് കേട്ടോ.
അപ്പോൾ ഞാൻ അതിന് ആദ്യം കാണുന്നതെന്നല്ല, എവിടെയൊക്കെയോ കണ്ടിട്ടുണ്ട്, ശ്രദ്ധിക്കില്ലല്ലോ നമ്മൾ കാണുന്നതൊക്കെ. നമ്മളെല്ലാം കണ്ണുകൊണ്ടല്ലേ കാണുള്ളൂ, മനസ്സുകൊണ്ട് കണ്ടാലല്ലേ നമ്മൾ അതിനെപ്പറ്റി ഒന്ന് ശ്രദ്ധിച്ച് അതെന്താണെന്ന് അന്വേഷിക്കുള്ളൂ. അങ്ങനെ ഒരു ദിവസം സ്മൃതിച്ചിട്ട് എടുത്ത് ചേച്ചി ഇത് പപ്പ, ഞാൻ വിചാരിച്ച പപ്പ എന്നാണ്, വെറൈറ്റി പപ്പ എന്നാണ് വിചാരിച്ചത്. ചേച്ചി ഇതെന്ത് വെച്ച് വെറൈറ്റി പപ്പയാണെന്ന് വെച്ചപ്പോഴാണ് ചേച്ചി പറഞ്ഞത്. അല്ലടി അത് അങ്ങനെയല്ല, അതൊരു ചീരയാണ്, അതിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞുകൊണ്ട് ഭയങ്കര ഗുണമുള്ള ഒരു ചീരയാണെന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോഴാണ് അതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ കിട്ടിയത്. അങ്ങനെ എൻ്റെ കൂട്ടത്തിൽ കുഞ്ഞുമോളേച്ചി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെയാണ് ഇതൊക്കെ പറിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്കുണ്ട് അത് ഇങ്ങനെ തിരിഞ്ഞു വന്നപ്പോൾ അവിടെ നിന്നൊരു പാമ്പ്. ചേച്ചി കണ്ടില്ല, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. അതിങ്ങനെ ആ കേശ് നോക്കിക്കൊണ്ട് നിൽക്കണില്ലേ, അവിടെയാണ് ആ പാമ്പിനെ കണ്ടത്. അതിങ്ങനെ ആ സൈഡിലൂടെ വന്നിട്ട് ഞങ്ങളെ സൗണ്ട് കേട്ടപ്പോഴേക്ക് പെട്ടെന്ന് തിരിഞ്ഞങ്ങ് താഴെ ഇറങ്ങിപ്പോയി. ഇനി ചേരയാണോ പാമ്പാണോ എന്ന് അറിഞ്ഞുകൂടെ. ചേരയാണെങ്കിൽ നമ്മൾ കണ്ടാൽ തന്നെ പേടിച്ചു പോകുമല്ലോ, അത്രയും വലുതാണല്ലോ ചേര. പക്ഷേ ഇത് ഭയങ്കര വലുതൊന്നുമല്ല, ചെറുതായിരുന്നു. അപ്പോൾ ഇനി ചേര കുഞ്ഞാണെന്നൊന്നും അറിയില്ല. ഞങ്ങൾ അവിടെയൊക്കെ ഒന്ന് നോക്കി. ഞാനാണെങ്കിൽ കണ്ട ഒരു വീഡിയോയും കൂടെ കിട്ടുമല്ലോ എന്നും പറഞ്ഞ് അവിടെയൊക്കെ തപ്പിയിട്ടെന്നല്ല, അവിടെയൊക്കെ പാമ്പിനെ കണ്ടാൽ അറിയാമല്ലോ എൻ്റെ പിന്നെ ഈ ജീവൻ പോവും. എന്നാലും അവിടെയൊക്കെ ഒന്ന് നിന്ന് നോക്കിയിട്ടൊന്നും അവിടെ എങ്ങും കാണാനില്ല. അവിടെ 2 കരിങ്കല്ല് കിടപ്പുണ്ടായിരുന്നു. പിന്നെ അവിടെ കുറച്ച് വാഴയൊക്കെ ഉള്ളതുപോലെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിലോട്ടായിട്ട് കയറിപ്പോയോ അല്ലെ കല്ലിൻ്റെ അടിയിൽ ഇരിക്കണമെന്നൊന്നും അറിഞ്ഞൂടാ. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കേശു അവിടെ കയറി നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്, ഞാനൊന്ന് കാണട്ടെ പാമ്പിനെ എന്നും പറഞ്ഞ്. അങ്ങനെ ആ കുറച്ച് പുളിഞ്ചിക്ക് കുഞ്ഞുപുളിച്ചിക്ക് കൊടുത്ത്, കുറച്ച് ഇവിടെ വീട്ടിൽ അമ്മയാണെങ്കിൽ എന്നും വിളിച്ച് പറയും പുളിഞ്ചിക്ക ഉണ്ടെങ്കിൽ എടുത്ത് വെച്ചിരിക്കണേന്ന്. അങ്ങനെ അമ്മയ്ക്കായിട്ട് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ചായമൻസ ചീരയും അങ്ങനെ തന്നെ കേട്ടോ. നമ്മൾ രണ്ടാളും കൂടെ പകുതിയാണ് എടുത്തത്. ഈ ചീരയ്ക്ക്, ഈ ചായമൻസ ചീരയ്ക്ക് മടിയൻ ചീര എന്ന് പേര് വരെയുള്ള കാര്യം എന്തെന്നറിയാമോ? ഇത് എവിടെ കൊണ്ടിട്ടാലും അവിടെ കിടന്നങ്ങ് പൊടിച്ചോളും. നമ്മൾ കൊണ്ടിങ്ങനെ ജസ്റ്റ് ഒന്ന് നമുക്ക് ഒരു ചീരക്കമ്പ് കിട്ടി വെറുതെ കൊണ്ടങ്ങ് ഊന്നി വയ്ക്കുക, അല്ലെങ്കിൽ വെറുതെ അവിടെ കൊണ്ട് ഇട്ടേക്കാന്ന് വിചാരിച്ചാലും അവിടെ കിടന്ന് അതങ്ങ് പൊടിച്ചോളും. പൊടിച്ച് അതങ്ങ് നല്ല വളർന്ന് അതിന് ഒരു സംരക്ഷണവും വേണ്ട. ഇതിൽ തോരൻ വെച്ചാൽ ഉണ്ടല്ലോ എൻ്റെ പൊന്നെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. വെറുതെ പറയണതല്ല, ഒന്ന് വെച്ച് നോക്കണം, അപ്പോഴേ മനസ്സിലാവുള്ളൂ. പിന്നെ ഇതിനൊരു കുഴപ്പമുള്ള എന്തെന്ന് വെച്ചാൽ ഇത് മറ്റേ പപ്പയെന്നല്ല മരിച്ചിനി വർഗ്ഗത്തിൽപ്പെട്ട ഒരു സംഭവമാണ് ഈ ചായമൻസ ചീരയും. അപ്പോൾ അതുകൊണ്ട് മരിച്ചിനിയുടെ കാര്യം അറിയാമല്ലോ, ചെറിയൊരു സയനൈഡിൻ്റെ എന്തോ സംഭവങ്ങളൊക്കെ അതിലുണ്ടല്ലോ, അതുപോലൊരു സംഭവം ഇതിലുണ്ട്. അപ്പം നമ്മൾ വേവിക്കാൻ നേരത്ത് അടച്ചു വെച്ച് വേവിച്ചിട്ട് ഒരു 5 മിനിറ്റ് തുറന്നു വെച്ച് വേവിക്കണം, അത്ര മാത്രമേ ഉള്ളൂ. എന്നിട്ട് പിള്ളേർക്കൊക്കെ കൊടുത്താലേ ഭയങ്കര ഗുണമാണ്. അങ്ങനെ ഞാൻ പുളിഞ്ചിക്ക അരിഞ്ഞ് കുറച്ച് എനിക്ക് അച്ചാറിടണം, കുറച്ചെടുത്ത് കറി വെക്കണം, ഒഴിച്ചു കൂട്ടാൻ വെക്കണം. അപ്പോൾ അതിനായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കുറച്ചെടുത്ത് ഒഴിച്ചു കൂട്ടാൻ വെക്കാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അവിടെ അടുപ്പത്ത് വെച്ചതാണ് നിങ്ങളെ നേരത്തെ കണ്ടത്. ഇനി ഇതെല്ലാം അച്ചാറിനത്തേക്കുള്ളതാണ് കേട്ടോ. പുളിഞ്ചിക്ക് അച്ചാറിടുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാമോ? ഒരു ദിവസത്തെ ഉണക്കിലിടണം. ഒരു ദിവസം അതിനെ ഉണക്കണം വെയിലത്ത് വെച്ചിട്ട്, ഒറ്റ ദിവസം മതി. അപ്പം നമുക്ക് അല്ലാണ്ട് നമുക്കിപ്പോൾ അടമാങ്ങയൊക്കെ ഇടുമല്ലേ, അതുപോലെ ഇത് ഉണക്കി വയ്ക്കാം. ഉണക്കി നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അല്ലാണ്ട് ഒറ്റ ദിവസത്തെ ഉണക്കിലാവുമ്പോഴേക്കും ഇതങ്ങ് ഉണങ്ങി അങ്ങ് ചുരുണ്ട് പോവുകയുമില്ല, കുറച്ചിങ്ങനെ ഇതായിട്ടിരിക്കുകയും ചെയ്യും. ഭയങ്കര ടേസ്റ്റാണ് അങ്ങനെ അച്ചാറിട്ടാൽ. അങ്ങനെ അതുപോലെ അച്ചാറിടാൻ വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം കട്ട് ചെയ്തെടുത്തത്. ഇനി ഇതിൽ കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുത്ത്, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത്, കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ ഇതിൻ്റെ ഒരു എന്താ പറയുക, ഇതിൻ്റെ ഒരു അഴുക്ക സ്വഭാവം എന്തെന്നറിയാമോ? ഇരിക്കുന്നിടം അങ്ങ് നശിപ്പിച്ചുകളെ, അങ്ങനെ ഒരു സ്വഭാവക്കാരനാണിത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ ഇത് ഉണക്കാനായിരുന്നാലും ഒരു സ്റ്റീൽ പാത്രത്തിലോ അലുമിനിയം പാത്രത്തിലോ ഒന്നും വെക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ അച്ചാറിട്ട് വെച്ചിരുന്നാലും ചില്ല് പാത്രത്തിലല്ലാണ്ട് ഇതിന് അച്ചാറിട്ട് വയ്ക്കാനും പറ്റില്ല. നമ്മൾ ഏതെങ്കിലും അല്ലാണ്ട് ഒരു പാത്രത്തിലൊക്കെ ഇട്ട് വെച്ചിരിക്കുകയെങ്കിൽ അതങ്ങ് ദ്രവിപ്പിച്ച് കളയും കേട്ടോ ഈ സംഭവം. അതുപോലെ തന്നെ അച്ചാറിലൊരു സ്പൂണ് പോലും ഇട്ട് വെച്ചിരിക്കാൻ പറ്റില്ല, സ്പൂണ് ഫുൾ അങ്ങ് ദ്രവിച്ചു. അങ്ങനെയൊക്കെ കുറേ കുഴപ്പക്കാരനും കൂടെയാണിത്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ സൂക്ഷിച്ചും കണ്ട് മാത്രമേ കൈകാര്യം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ അച്ചാറിടണമെങ്കിൽ തന്നെ ഇരുമ്പ് ചട്ടിയിലൊന്നും, നമ്മൾ സാധാരണ ചീനിച്ചട്ടിയില്ല അതിലൊന്നും ഇടാൻ പറ്റില്ല. ഞാൻ എന്തെന്ന് വെച്ചാൽ മൺചട്ടിയിലാണിത് അച്ചാറിടണത് കേട്ടോ. അങ്ങനെ ഇതെല്ലാം കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി കൊണ്ടുവന്നങ്ങ് വെയിലത്ത് വെക്കണം. ഈ പുളിഞ്ചിക്കേനെ അവിടെ വെള്ളം ഒഴിച്ച് വേവിക്കുക, ഉപ്പും കൂടെ ഒഴിച്ച് വേവിക്കാൻ വെച്ചിട്ടാണ് ഞാൻ അത് ബാക്കി കട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി അതിന് അരപ്പൊക്കെ തയ്യാറാക്കി ഇനി അരപ്പ് അതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. നമ്മൾ ഒഴിച്ചു കൂട്ടാൻ അരയ്ക്കുമല്ലോ, അതുപോലെ തന്നെ കുറച്ച് തേങ്ങ തിരുവിയത്, ജീരകം, ഞങ്ങൾ വെളുത്തുള്ളി ചേർക്കും, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, ഇത്രയും സംഭവങ്ങളും കൂടെ ചേർത്താണ് നല്ല വെണ്ണ പോലെ അരച്ചെടുത്ത് അതിലോട്ടങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇത് ഇങ്ങനെ ഒഴിച്ചു കൂട്ടാൻ വെച്ചാൽ. പിന്നെ നമ്മുടെ നാട്ടിലെ പുളിഞ്ചിക്കയാണ്, നിങ്ങളുടെ നാട്ടിൽ ഇതിന് ഇരുമ്പും പുളിയെന്ന് അങ്ങനെ ശീമപ്പുളി, ഇരുമ്പും പുളി അങ്ങനെ എന്തൊക്കെയല്ലേ പറയണത്.
അപ്പോൾ എന്തായാലും നമ്മുടെ പുളിഞ്ചിക്ക അതെന്ത് നല്ല വെന്തൊക്കെ വന്നിട്ടുണ്ട്. ഇനി അരപ്പൊഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കാൻ പാടില്ലല്ലോ. അങ്ങനെ ഞാൻ അരപ്പൊഴിച്ച് അടച്ചു വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി കേട്ടോ. അങ്ങനെ ആ കറി അവിടെ റെഡിയായി. ഇനി അതിനൊന്ന് കടുക് താളിച്ചൊഴിച്ചു കൊടുത്താൽ മതി. ഇനി ആ ബാക്കി പുളിഞ്ചിക്ക ഉണ്ടല്ലോ നമ്മളവിടെ ശരിയാക്കി വെച്ചിരിക്കുന്നത്, അതിനൊന്ന് ഉണക്കിയെടുക്കണ്ടേ. അപ്പോൾ ദാ വാഴയില എടുക്കാൻ വന്നതാണ്. വേറെ ഒന്നിലും വെച്ച് അത് ഉണക്കാനൊന്നും പറ്റില്ല. അങ്ങനെ ഒരു വാഴയിലയും എടുത്തും കൊണ്ട് ഇനി മേളിൽ പോയി അതിലിട്ട് വേണം പുളിഞ്ചിക്ക ഉണക്കിയെടുക്കാനായിട്ട്. ഇതിപ്പോൾ കുറച്ചേ ഉള്ളൂ. നമ്മളിപ്പോൾ പൗത്തൊക്കെ എടുത്തപ്പോഴത്തേക്ക് ഇത്രയേ ഉള്ളൂ, അത്ര മതി. അച്ചാറുകളൊക്കെ എല്ലാം തീർന്നിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ദാ കട്ടിംഗ് ബോർഡിൽ തന്നെ എടുത്തുകൊണ്ട് വന്നിട്ട് അവിടെ ദാ വാഴയില വെട്ടി അവിടെ വിരിച്ചിട്ട് ഇനി ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കണം. അതിപ്പോൾ കണ്ട വാഴയിലയിൽ ഒത്തിപ്പുരേ ഉള്ളൂ, കുറച്ചേ ഉള്ളൂ, എന്നാലും മതി, സാരമില്ല, ഇത്ര മതി. ഇതിനെ ഇനി അങ്ങ് ഉണക്കിയെടുക്കാമേ. അങ്ങനെ അത് ഉണക്കാൻ വെച്ചിട്ടാണ് ഇതാ ഇവിടെ ചായ മനസ്സ് ഇവിടെ കൊണ്ട് വെച്ചിട്ടാണ് ഞാൻ പോയത്. അങ്ങനെ കേശുവിൻ്റെ കൂടെ പറയുമായിരുന്നു, മോനെ അതിനെടുത്ത് കളിക്കല്ലേ, അവൻ വേണമെങ്കിൽ അതിനെടുത്തങ്ങ് അടിച്ച് പൊട്ടിച്ച്, അല്ല ഇതിന് ചുമ്മാ ഇങ്ങനെ കയ്യിലെടുത്ത് വെച്ച് ഇങ്ങനെ ആട്ടി കളിക്കും കേട്ടോ. അല്ല 1-2 കൊണ്ടേക്ക് അവൻ എടുത്തുകൊണ്ട് പോയി, ബാക്കിയാണ് എടുത്തത്. ഇനി ഇത് നല്ലതുപോലെ കഴുകിയെടുക്കണം. നല്ല പൊടിയൊക്കെ കാണും ഇതിലേ. അപ്പം ഞാൻ അതുകൊണ്ട് ഇതാ വെളിയിൽ വാഷ് ബേസിനിൽ വെച്ചാണ് നല്ല ഭംഗിയായിട്ട് അങ്ങ് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ച്. കഴുകിയെടുത്തിട്ട് എന്ത് ചെയ്യണമെന്നറിയാമോ, ഇതിൻ്റെ ആ തണ്ടൊക്കെ അങ്ങ് കളയണം. ഇതിന് മുന്നേ ഞാൻ ഈ ചായ മനസ്സിലെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്ത് ആരൊക്കെയോ പറയണ കേട്ടിട്ടുണ്ടായിരുന്നു, അവരുടെ വീട്ടിലൊക്കെ ഉണ്ട്, പക്ഷേ ഇത് തോരൻ വെക്കുന്ന സംഭവമാണെന്ന് അറിഞ്ഞുകൂടെന്ന്. ഞാൻ ഈ സുനിത ചേച്ചിയുടെ അവിടെ നിന്ന് കണ്ട് ഇതിങ്ങനെ ഭയങ്കര സംഭവമാണ്, ഇതിൻ്റെ പേരും ഗൂഗിൾ ചെയ്തെല്ലാം നോക്കി എൻ്റെ ഫുൾ ഡീറ്റെയിൽസും അതിൻ്റെ ജാതകം വരെ എടുത്തതിന് ശേഷം പിന്നെ ഞാൻ എവിടെ നോക്കിയാലും ഈ സംഭവം അവിടെ നിൽക്കണത് കാണും കേട്ടോ. എല്ലായിടത്തും ഉണ്ട്. പക്ഷെ നമ്മളത് ശ്രദ്ധിക്കില്ലെന്നേ ഉള്ളൂ. പിന്നെ ഇത് കൂടുതലും വേലയിൽ നടും കേട്ടോ. ഇങ്ങനെ സുനിതേച്ചിയുടെ അവിടെ വേലയിലാണ് നട്ടിരുന്നത്. ഇപ്പോൾ അവരത് അത്രയും മുറിച്ച് കളഞ്ഞു. പക്ഷേ ഇതങ്ങ് പൊങ്ങാൻ തുടങ്ങിയാലേ മതിൽ പോലെ ആവും, പിന്നെ ഒന്നും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കാണാൻ പറ്റില്ല. അങ്ങനെ വേലയിലും ഇഷ്ടംപോലെ ഇത് നിൽക്കണത് കാണാൻ പറ്റും. പിന്നെ ഇത് നമ്മളെ സ്വദേശിയൊന്നും അല്ല കേട്ടോ, ഇത് വിദേശിയാണ്. പിന്നെ ഈ ചായ മനസ്സം കൊണ്ട് ചായയൊക്കെ ഇടുമെന്ന് ഞാൻ ഇങ്ങനെ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ കണ്ടതാണ്. അതിനെപ്പറ്റിയൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ നോക്കുമ്പോൾ ഷുഗർ കുറയാനായിട്ട് ഭയങ്കര സംഭവമാണ് കേട്ടോ. നല്ലതുപോലെ ഇത് ഷുഗർ കുറയ്ക്കും. അങ്ങനെ അതിനെ നല്ല ഭംഗിയായിട്ട് കഴുകി എടുത്തുകൊണ്ട് വന്നിട്ട് ഇനി തണ്ട് മൊത്തം മുറിച്ച് കളയണം. നമുക്ക് തണ്ടൊന്നും വേണ്ട. തണ്ട് മുറിക്കുമ്പോൾ ചെറിയൊരു കറ പോലെ വരും. പിന്നെ അതിനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് തോരൻ വെച്ച് കഴിച്ചാൽ നമ്മൾ ഇതിൻ്റെ ഫാനാവും. അത്ര ടേസ്റ്റാണ്. നമുക്ക് എന്താ പറയേണ്ട, ഒരു വളവോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാണ്ട് വെറുതെ ഒരു കമ്പൊടിച്ച്, അതൊരു പിഞ്ച് കമ്പുണ്ടല്ലോ, നമ്മളതിൻ്റെ മുറ്റിയ കമ്പ് തന്നെ വേണമെന്നൊന്നുമില്ല. പിഞ്ച് കമ്പൊടിച്ച് എവിടെയെങ്കിലും കൊണ്ടിട്ടാലും അവിടെ കിടന്ന് അതങ്ങ് മുളയ്ക്കും. ഇവരൊക്കെ എന്ത് ചെയ്യുന്നറിയുമോ, ഇതിനെ കുറേയൊക്കെ വെട്ടി, ഇതിന് ഭയങ്കരമായിട്ട് അങ്ങ് വലുതാവും. അങ്ങനെ കുറേയൊക്കെ വെട്ടി എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞിരിക്കേ, കുറേ കഴിഞ്ഞ് നോക്കുമ്പോൾ അവിടെ കിടന്ന് അതങ്ങ് മുളച്ച്. അങ്ങനെ ഇപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞിരിക്കുന്നതൊക്കെ അവിടെ കിടന്നങ്ങ് മുളച്ച് വന്നിട്ട് അവിടെ വളർന്നതൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് വീട്ടിലിങ്ങനെ കൊണ്ട് നടേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പം നോക്കുമ്പോൾ എല്ലായിടവും ഈ സംഭവമുണ്ട്. അങ്ങനെ എനിക്കിപ്പോൾ ചീര അരിഞ്ഞെടുക്കുക ഇങ്ങനെ അരിയത്തൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ. കട്ടിംഗ് ബോർഡിൽ വെച്ച് അരിഞ്ഞിട്ട് കട്ടിംഗ് ബോർഡ് ഞാൻ മേളിൽ കൊണ്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി ചീര തോരൻ വയ്ക്കാം. ഇനി തോരൻ വെക്കാനായിട്ട് പ്രത്യേകിച്ച് അറിയേണ്ടതൊന്നുമില്ല. അപ്പോൾ ഞാൻ തോരൻ വെക്കാനായിട്ട് ചീനിച്ചട്ടി എടുത്തപ്പോൾ വിചാരിച്ച് ഇതിൽ തന്നെ അങ്ങ് കറി അല്ല ബാക്കി അതിനിടയ്ക്ക് അമ്മ ഇത് എന്തോന്ന് നെത്തോലി കരുവാട് കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നെത്തോലി കരുവാട് വെക്കണത് നെത്തോലി കരുവാടും പിന്നെ അതിൽ കുറച്ച് കൊച്ചുള്ളിയും ഇട്ട് പച്ചമുളകും ഇട്ട് ഇത്ര സംഭവം മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ നമ്മൾ അരയ്ക്കണ സമയത്ത് തേങ്ങ തിരികിയതും അരയ്ക്കും, മുളക് പൊടി അരയ്ക്കും, ഉലുവപ്പൊടി അരയ്ക്കും, പുളി അരയ്ക്കും. അല്ലാണ്ട് മല്ലിപ്പൊടി ചേർക്കാതെയാണ് കരുവാടിനെ അരയ്ക്കുന്നത്. അപ്പോൾ അതവിടെ റെഡിയായി. ഇനി ഞാൻ ഈ തോരത്തിന് ചായ മനസ്സ തോരത്തിന് അരിഞ്ഞെടുത്തില്ലേ, അതിലൊരു സവോളയും കൂടെ കൊത്തിയരിഞ്ഞിട്ട് ഒരു പച്ചമുളകും കൂടി ചെറുതായിട്ട് അരിഞ്ഞാൽ ഇട്ട് കൊടുത്തേട്ടാ. ഇനി കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതിനെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. വഴറ്റിയെടുത്തിട്ട് ചെറിയ തീയിൽ അടച്ചു വെച്ച് കുറേ സമയം വേവിക്കാം. കുറേ സമയം കഴിഞ്ഞിട്ട് പിന്നെ തുറന്ന് വെച്ചിട്ടും കൂടെ കുറച്ച് ഒരു 5-10 മിനിറ്റ് തുറന്ന് വെച്ചും കൂടെ വേവിച്ചാൽ മതി. അപ്പം ഞാനേ കുറച്ച് മരിച്ചിന് ഇനിയും ബാലൻസ് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്ക് അറിഞ്ഞോട്ടോ. 1 കിലോ മരിച്ചിനെ വാങ്ങിച്ചതാണ്. 1 കിലോ എന്ന് പറഞ്ഞൊരു അല്പം കൂടുതലുണ്ടായിരുന്നു.
നമ്മളിങ്ങനെ കുറേശ്ശേ എടുക്കുകയുള്ളൂ. ഒരു നേരത്തേക്ക് ഉച്ചത്തേക്ക് മാത്രം എടുത്തെടുത്ത് ആദ്യം ഉടച്ച് വെച്ച് പിന്നെ അതിന് അവിയൽ വെച്ച് പിന്നെ ഇത് ലാസ്റ്റിന് ഇത്രയും കൂടി ഇരിപ്പുണ്ടായിരുന്നത് ഈ കട്ടയില്ല, ഇത്ര മാത്രമേ ഉള്ളൂ, ഒരു നേരത്തേക്ക് അത് മതിയല്ലോ. അപ്പോൾ അതും കൂടെ അങ്ങ് ഉടച്ച് വെച്ചാൽ കരുവാട് കറിയായി, മരിച്ചിനെ ഉടച്ചതായി, ചായമൻസ തോരനായി, പുളിഞ്ചിക്ക ഒഴിച്ച് കൂട്ടാനായി. പോരെ, നമ്മൾ മീനില്ലാതെ ഇങ്ങനെയൊക്കെ കഴിക്കാൻ പോകണ്ടല്ലോ, അതൊരു പ്രത്യേക ടേസ്റ്റായിട്ട് തോന്നി കേട്ടോ. അങ്ങനെ ചീരത്തോരൻ നല്ല ഭംഗിയായിട്ട് നല്ല വൃത്തിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ തേങ്ങ തിരുവിയതും സാധാരണ നമ്മൾ തോരത്തിന് എന്തൊക്കെ ചേർക്കണം അതൊക്കെ തന്നെ, ഒരു വെളുത്തുള്ളി ചേർത്ത് കുറച്ച് ജീരകം ചേർത്ത് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത്, ഓൾറെഡി അതിൽ മുളക് ചേർത്തിട്ടുണ്ട്. എന്നാലും ഇങ്ങനെ മഞ്ഞ കളറിലിരിക്കുമ്പോഴും നമുക്ക് അത്ര ഇഷ്ടപ്പെടില്ല കേട്ടോ. നമുക്ക് പ്രത്യേകിച്ച് തിരുവനന്തപുരംകാർക്ക് കറികൾക്കൊക്കെ നല്ല കളർ വേണം. മീൻകറി ആയിരുന്നാലും അങ്ങനെയാണ്, കുറച്ച് കളർ കുറഞ്ഞിരുന്നാലും നമ്മൾ പറയാം മീൻകറി വെളായിരിക്കണം എന്ന് പറയും. അതാണ് ഈ ഹോട്ടലിലെ മീൻകറിയൊക്കെ അമ്മയൊന്നും കഴിക്കൂല, അവർക്കൊന്നും അത് ഇഷ്ടപ്പെടില്ല. ഹോട്ടലിൽ വയ്ക്കുന്ന മീൻകറിക്ക് കളർ കുറവായിരിക്കും കേട്ടോ. അപ്പോൾ അതാ കുറച്ച് മുളക് പൊടിയും കൂടി എടുത്തിട്ട് ഈ പരുവത്തിനാക്കി എടുത്തപ്പോഴാണ് കണ്ടപ്പോൾ ഒരു സമാധാനം. ഞാൻ എപ്പോഴും പറയും പോലെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടാണല്ലോ നമ്മൾ ആഹാരം കഴിക്കുന്നത്. കണ്ണുകൊണ്ട് കണ്ട്, മൂക്കുകൊണ്ട് മണത്ത്, നാവ് കൊണ്ട് രുചിച്ച്, അങ്ങനെ. അപ്പോൾ അതിൽ ഈ കണ്ണിൻ്റെ കാഴ്ച ഉണ്ടല്ലോ, നമ്മൾ ആഹാര സാധനം കാണുന്നതിലൊരു ഭയങ്കര പങ്കാണ് അതിൻ്റെ രുചിക്കുള്ളത്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഭയങ്കര ഭംഗിയായിട്ടൊക്കെ ഓരോന്ന് സെർവ് ചെയ്യണതുമൊക്കെ. അങ്ങനെ എല്ലാം ഇവിടെ റെഡിയായി, തോരനായി, മരിച്ചിനി അവിയലായി, മരിച്ചിനി അവിയലല്ല, മരിച്ചിനി ഉടച്ചതായി, മീൻകറി, കരുവാട് കറിയായി, എല്ലാം റെഡിയായി. ഇനി ചോറ് കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഇങ്ങനെയുള്ള കൂട്ടാനൊക്കെ ഉള്ളപ്പോൾ പിന്നെ ഭയങ്കര വിശപ്പും കൂടെ തോന്നും. പിന്നെ മറ്റ് മുളകുണ്ട്, നമ്മുടെ തൈര് മുളകില്ലേ, അത് പൊരിച്ചതും കൂടെ ഉണ്ട്, അതില്ലാതൊരു കളിയില്ല കേട്ടോ. അങ്ങനെ ചോറൊക്കെ കഴിച്ചിട്ട് നേരെ ഇനി കടയിലോട്ട് പോയി. ഇന്ന് കേശുവിന് സ്കൂളിൽ പോകാത്തതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ചാടിയിട്ടുണ്ട് കടയിൽ വന്നപ്പോഴേക്ക്. അങ്ങനെ എന്നെ കൊണ്ട് കടയിലാക്കിയിട്ട് അച്ഛനും മോനും കൂടെ ഇനി കണ്ണാടിയൊക്കെ ഫിറ്റ് ചെയ്യാനായിട്ട് പോകണം. അപ്പോൾ അതിനായിട്ട് പോകാൻ ഇറങ്ങിയതാണ്. അപ്പോൾ കേശുവിനെ ഫ്രണ്ടിൽ നിർത്തിക്കൊണ്ടല്ലേ പോണത്. അപ്പോൾ ചിലപ്പോൾ ഈ ഉച്ച നേരവും കൂടെ ആയതുകൊണ്ട് മോൻ ഉറങ്ങും. അപ്പോൾ അത് പേടിച്ചിട്ട് എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഉണ്ണിച്ചേട്ടൻ വന്നത്. അങ്ങനെ ഉണ്ണിച്ചേട്ടൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ബെൽറ്റ് ഉണ്ടല്ലോ, അപ്പോൾ ഉണ്ണിച്ചേട്ടൻ്റെ മോൻ്റെ ബെൽറ്റാണ് ഇത്. അങ്ങനെ അത് പോയി എടുത്തോണ്ട് വന്ന് പുള്ളിക്കാരെ. അങ്ങനെ അതൊക്കെ ഇട്ട് ബെൽറ്റൊക്കെ ഇട്ട് കേശുവിനെ പൂട്ടിക്കെട്ടിയാണ് കൊണ്ടുപോകാനായിട്ട് പോണത്. കേശുവിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഇരുന്നപ്പോൾ. ഒന്നാമത് ഇപ്പോൾ ബാക്കിലിരിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമുക്കൊരു പേടിയാണെന്ന് ചില ആൾക്കാരൊക്കെ ഇങ്ങനെ ഇതിനേക്കാളും കുഞ്ഞു പിള്ളേരെ ബാക്കിൽ ഇരുത്തിക്കൊണ്ട് പോണത് കാണാം. നമുക്കത് കാണുമ്പോൾ ഭയങ്കര പേടിയാണ്, പ്രത്യേകിച്ച് ബൈപ്പാസിലും കൂടെ പോണതല്ലേ. അങ്ങനെ ആൾ പോവുകയാണ്, എനിക്ക് ടാറ്റയൊക്കെ തന്ന് ഭയങ്കര ആളായിട്ട് അങ്ങ് പോയി. കുറേ കഴിഞ്ഞപ്പോഴേക്കും അവർ തിരിച്ചെത്തി. അച്ഛനും മോനും കൂടെ പോയി ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴാണ് അവർ തിരിച്ചു വന്നത് കേട്ടോ. അപ്പം നല്ല സേഫായിട്ട് പോയി, സേഫായിട്ട് വന്ന്. പിന്നെ കടയിലെ കാര്യങ്ങളൊന്നും ഞാൻ കാണിച്ചില്ല. ഇന്ന് പ്രത്യേകിച്ച് ഞാനിരുന്ന സമയത്തുള്ള കസ്റ്റമറും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഞാൻ ആകെപ്പാടെ 1 മണിക്കൂറേ കടയിലുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇനിയിപ്പോൾ അവർ തിരിച്ചു വന്ന് ഇനി ബെൽറ്റ് സേഫായിട്ട് നമ്മൾ ഭദ്രമായിട്ട് വെക്കണമല്ലോ. കാരണം നമുക്ക് കണ്ടറിഞ്ഞ ഒരാളെ കൊണ്ട് തന്നതാണ്. അങ്ങനെയുള്ള ആൾക്കാരുള്ളത് എന്ത് ഭാഗ്യമാണല്ലോ, എന്ത് രസമാണ്. നമുക്കൊരാവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ ചോദിക്കാതെ ഇങ്ങനെയൊക്കെ കൊണ്ട് തരുമ്പോഴേ, അപ്പോൾ അതിന് നമ്മൾ ആ ഒരു മാന്യതയും ബഹുമാനവും ഒക്കെ കൊടുക്കണമല്ലോ ആ വസ്തുവിനും. അങ്ങനെ അതിനെ എടുത്ത് അപ്പം തന്നെ ഊരി അവിടെ കൊണ്ട് വെച്ച് അവിടെ നമ്മൾ മേശയ്ക്കകത്താക്കി വെച്ചിട്ടുണ്ട്. ഇനി ഉണ്ണിച്ചേട്ടൻ രാത്രി വരുമ്പോഴേക്കും, അല്ല രാത്രിയല്ല വൈകുന്നേരം വരുമായിരിക്കും, അപ്പോൾ കൊടുക്കണമല്ലോ. എന്നിട്ട് ഞങ്ങൾ ഇനി തിരിച്ച് വീട്ടിലോട്ട് പോകണം. അപ്പോൾ ഇനി ചേട്ടന് ഫിറ്റ് ചെയ്ത് കൊണ്ടുവന്ന സാധന സാമഗ്രികളൊക്കെ എല്ലാം ഇനി തിരിച്ച് കടയിൽ വെക്കണമല്ലോ. കടയിൽ വെച്ച് കട പൂട്ടി, ഞാൻ അപ്പുറത്തെ കട പൂട്ടിയിട്ടാണ് ഇരുന്നത്. വന്ന ഉടനെ അങ്ങ് പോകാമെന്ന് വെച്ചിട്ട്, കാരണം ഇദ്ദേഹത്തിന് ഇവിടെ നിർത്താനായിട്ട് പറ്റില്ല, കടയെടുത്ത് തലതിരിച്ച് വെക്കും. അപ്പോൾ അതുകൊണ്ട് ഇനി കേശുവിനെയും കൊണ്ട് വീട്ടിൽ പോകണം. അപ്പോൾ ഇന്നായപ്പോഴേക്കും നന്ദുവും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അനന്തു ഇന്നലെ വീട്ടിലുണ്ട്. അങ്ങനെ വൈകുന്നേരം നേരെ മുകളിലോട്ട് കയറിയിട്ട് നമ്മൾ പുളിഞ്ചിക്ക ഉണക്കാൻ വെച്ചിരിക്കുകയല്ലേ, അതിനെ അങ്ങ് എടുത്ത് ചെറിയൊരു മഴക്കോളം ഉണ്ടായിരുന്നു കേട്ടോ വൈകുന്നേരം തൊട്ടേ. പിന്നെ കേശു ജീപ്പ് എടുത്തും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഈ വീട്ടിലോട്ട് നോട്ടം തന്നെ എൻ്റെ ജോലി. അപ്പോൾ ഇങ്ങനെ സൂം ചെയ്ത് നോക്കിയതാണൊന്ന്. അവിടെ ആരും ഇല്ല, അവർക്ക് ഫ്രണ്ടിലിരിക്കുകയാണ്. അവർ ഫ്രണ്ടിലിരിക്കുന്ന സമയത്ത് ഇവിടെ ബാക്കെല്ലാം ഫുൾ അടച്ചു പൂട്ടിയിട്ടാണ് ഫ്രണ്ടിലിരിക്കുന്നത്. അങ്ങനെ കേശുവും അനന്തവും കൂടെ അവിടെ കാറിൽ കളിയായിരുന്നു കേട്ടോ. അനന്തം ഉണ്ടെങ്കിൽ പിന്നെ കേശുവിന് ആരും വേണ്ട കേട്ടോ, ആളിയാന്നാണ് വിളിക്കണത് അവന്. ഏകദേശം രണ്ടാളും തമ്മിൽ
ഒരു 10-11 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. എന്നാലും അവൻ അളിയാന്നും എടാന്നൊക്കെയാണ് വിളിക്കണത്. അത് സ്വാതന്ത്ര്യം കൊണ്ടാണ്. നമ്മൾ എന്താ ഭയങ്കര സ്നേഹത്തോടെ ചേട്ടാന്ന് വിളിക്കും. അതൊക്കെ അങ്ങ് മാറിക്കോളൂ. അതുകൊണ്ട് നമ്മൾ വലിയ ചട്ടം പഠിപ്പിക്കാനൊന്നും അങ്ങ് പോകില്ല. ചിലപ്പോഴൊക്കെ വഴക്ക് പറയും, മോനെ അങ്ങനെ വിളിക്കല്ലേ എന്ന്. അപ്പോഴേക്കും എന്താ നല്ല മഴക്കോളായി. ഞാനാണെങ്കിൽ അവിടെ കുറച്ച് തുണിയുള്ളതും കൂടെയൊക്കെ അലക്കി വിരിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ. തുണി വിരിച്ച് കഴിഞ്ഞതും മഴ ചാറാനായിട്ട് തുടങ്ങി. അപ്പോഴേക്ക് അതിനിടയ്ക്ക് ഞാൻ കേശുവിനെ മേലൊക്കെ കഴുകിയിട്ട് നന്ദു കേശുവിനെയും കൊണ്ട് അങ്ങ് താഴെ പോയി. അപ്പോൾ അനന്തും അങ്ങ് താഴെ പോയി. അനന്തു ആദ്യമേ ഇറങ്ങിപ്പോയി. അത് കഴിഞ്ഞപ്പോഴേക്ക് കേശുവിനെ മേലൊക്കെ കഴുകിയിട്ട് നന്ദുവിൻ്റെ കയ്യിലങ്ങ് കൊടുത്തയച്ച് എന്നിട്ട് ഞാൻ ഇവിടെ തുണിയെല്ലാം കഴുകി വിരിച്ചപ്പോഴാണ് മഴ ചാറാനായിട്ട് തുടങ്ങിയത്. പിന്നെ ഞാനെടുത്ത് അകത്തൊന്നും കൊണ്ടുവിട്ടില്ല. എന്തായാലും നനഞ്ഞ ഇടയ്ക്കല്ലേ അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ച്. ഈ മഴ ഇന്നത്തെ രാത്രിയേ കാണുള്ളൂ. കാരണം അല്ലാതെ മഴ സീസൺ ആയില്ലല്ലോ. അപ്പോൾ പിന്നെ അത് രാവിലെ കിടന്നങ്ങ് ഉണങ്ങിക്കോളൂ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ അതാ ചെറുതായിട്ട് ചാറി തുടങ്ങി. എന്നാലും ഇത്രയും വലിയൊരു മഴ ഇതിനിടയ്ക്ക് വെച്ച് പെയ്യുമെന്ന് എനിക്ക് ഒട്ടും വിചാരമില്ലായിരുന്നു. നമുക്കങ്ങനെ മഴ അല്ലായിരുന്നല്ലോ. ഒരു താഴെ ഇറങ്ങി ഒരു കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഇടിയും വെട്ടി മഴയെന്ന് പറഞ്ഞാൽ പേരുമഴ. ഒരു അരമണിക്കൂറോളം ഉണ്ടായിരുന്നെന്ന് തോന്നണേ കേട്ടാ. അത്രയ്ക്ക് തകർത്തങ്ങ് പെയ്ത് മഴ. തകർത്ത് പെയ്ത് ഒന്ന് മണ്ണ് നനയണ, തറ നനയണ മഴ തന്നെയായിരുന്നു. അപ്പോൾ പിന്നെ ഒരു ചെറിയ തണുപ്പും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഭയങ്കര ചൂടാണ്. ചൂടെന്ന് വെച്ചാൽ സഹിക്കാൻ പറ്റാത്ത ചൂട്. അങ്ങനെ രാത്രി ഇനി കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നേ കഴുകിയൊക്കെ വെക്കാനായിട്ട്. അങ്ങനെ രാത്രി ആയപ്പോഴേക്ക് ഞാനും നന്ദുവും ചോറ് തന്നെ കഴിച്ചത്. അമ്മയും അനന്തകുട്ടനും കൂടെ ദോശ ചുട്ട് കഴിച്ചു. ഗോതമ്പ് ദോശ തന്നെ ചുട്ട് കഴിച്ചത്. പിന്നെ കേശുക്കുട്ടനും ഞാനൊരു പഴം കൊടുത്തായിരുന്നു, ഒരു ഏത്തപ്പഴം അവിച്ചു കൊടുത്ത് അത് കഴിച്ചു. മോൻ അതൊക്കെ തന്നെയാണ് ഇഷ്ടം. പിന്നെ രാത്രി അങ്ങനെ ആഹാരം കഴിക്കലും മോൻ കുറവാണ്. പിന്നെ എന്തെങ്കിലും സംഭവങ്ങൾ അവൻ്റെ അച്ഛൻ വാങ്ങിച്ചുകൊണ്ട് വരുമല്ലോ. അപ്പോഴാണ് ഞാൻ അവിടെ പാത്രം കഴുകിക്കൊണ്ടിരുന്നപ്പോൾ തവള ഇരിക്കുന്നത് കണ്ടത്. അങ്ങനെ ഞാൻ കേശുവിനെ വിളിച്ചതാണ്, ഓടി വാ മോനെ തവളയെ കാണിച്ചു തരാമെന്ന്. അങ്ങനെ അവൻ അവിടെ 5-6 തവളച്ചാട്ടമൊക്കെ കാണിച്ച്. തവളയൊക്കെ ഇപ്പം പണ്ടൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ അപൂർവമായിട്ട് തവളയെ കാണാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇനി എനിക്ക് അരി ആട്ടി വെക്കണമായിരുന്നു. നാളെ ഇഡ്ഡലിയോ ദോശയോ എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ. അങ്ങനെ അമ്മ ഉഴുന്നും അരിയൊക്കെ വെള്ളത്തിട്ട് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇനി അരിയും കൂടെ ആട്ടി വെച്ചാൽ കുറേ ജോലികൾ കഴിഞ്ഞ് പിന്നെ ഇനി ചേട്ടൻ വന്നിട്ട് ചേട്ടന് ഗോതമ്പ് ദോശ ചുട്ടു കൊടുക്കണം. ചമ്മന്തിക്കറി അമ്മ ഓൾറെഡി അരച്ച് വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ ഇനി അരി ഉഴുന്നൊക്കെ ആട്ടിയിട്ട് എന്തെന്ന് വെച്ചാൽ ഈ ഒരു തൂക്കുപാളി എന്നാണ് നമ്മൾ ഇതിനെ പറയണത്. നിങ്ങളിതിന് എന്തോന്നാണ് പറയണതെന്നൊന്ന് കമൻറ്റ് ചെയ്തിരിക്കണേ. തൂക്ക് പാത്രം എന്ന് പറയണത് ചെറിയ സംഭവം ഉണ്ടല്ലോ, ഇതിൻ്റെ തീരെ ചെറുതാണ് നമ്മൾ തൂക്ക് പാത്രം എന്ന് പറയണത്. ഇതിനെ പറയും തൂക്കുവാളി എന്ന്. അങ്ങനെ അതിലൊഴിച്ച് വെച്ചിട്ട് കൈ കൊണ്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് അതങ്ങ് അടച്ച് വെക്കണം. ഇനി അടുക്കളയെല്ലാം ഒതുക്കി പാത്രമൊക്കെ എല്ലാം ഞാൻ കഴുകി പറയ്ക്കായിരുന്നു. ഇനി എല്ലാം ഇവിടെ ഒന്ന് ഒതുക്കി. ഇനി വേസ്റ്റ് ഉണ്ട്. ഇനി നാളെ വേസ്റ്റ് എടുക്കാൻ വരണ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇനി ആ വേസ്റ്റും കൂടെ കൊണ്ട് വെളിയിലിട്ടേക്കണം. എന്തായാലും രാത്രി ഇനി മഴ പെയ്യണം, കോളില്ല. രാത്രി മഴ പെയ്യണമെന്നുണ്ടെങ്കിൽ വേസ്റ്റ് വെളിയിലിട്ടിരുന്നാലും പണി കിട്ടും. ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥാ നിരീക്ഷണം അനുസരിച്ചിട്ട് മഴ പെയ്യാൻ ചാൻസ് കുറവാണ്. അങ്ങനെ ഞാൻ എന്തായാലും വെളിയിൽ ഇതുപോലെ ഈ ഒരു കറുത്ത ബാഗിലാണെങ്കിലും അല്ലാതെ സാധാരണ വെള്ളിക്കവറിലാണെങ്കിലും ഇതോടെ കൊണ്ടങ്ങ് തൂക്കാനായിട്ട് പറ്റൂല കേട്ടോ. അപ്പം ഞാൻ അതിനായിട്ടൊരു തുണിസഞ്ചി അവിടെ തന്നെ വെളിയിൽ തന്നെ വെച്ചിട്ടുണ്ട്. അതിനകത്തിട്ടിട്ടാണ് ഗേറ്റിലിടണത്. അത് കഴിഞ്ഞ് മേളിലൊന്ന് തൂക്കണം, ഒന്ന് തുടക്കുകയൊക്കെ ചെയ്യണമായിരുന്നു. 2-3 ദിവസമായി മേളിൽ തുടച്ചിട്ട്. അങ്ങനെ കയറിയപ്പോഴേക്ക് അളിയനും കൂടെ എൻ്റെ കൂടെ വന്ന് മേളിൽ. പണ്ട് 10ാം ക്ലാസ്സിലെ മലയാളം സെക്കൻഡിൽ പഠിച്ചത് പാത്തുമ്മയുടെ ആടായിരുന്നു. അപ്പോൾ അതിലിങ്ങനെ പറയുമല്ലോ, പാത്തുമ്മ വരുമ്പോഴേക്ക് വാലുപോലെ ഖദീജ കാണും, ഖദീജയുടെ ബാക്കിൽ വാലുപോലെ ആട് കാണുമെന്ന്. അതുപോലെ ഞാൻ എവിടെ പോയാലും വാലുപോലെ കേശുവും കാണും. അങ്ങനെ ഞാൻ ഇവിടെയൊക്കെ തുടച്ചുകൊണ്ട് നിന്നപ്പോഴേക്കും ഞാൻ അവിടെ വെച്ചിരുന്ന ഫോൺ എടുത്തിട്ട് അവനിങ്ങനെ വീഡിയോ എടുക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വഴക്കുറനുണ്ടായിരുന്നു, ഫോൺ അവിടെ പോയി തറയിലിടരുതെന്നൊക്കെ. പക്ഷെ ഞാൻ എഡിറ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഒരു വ്ളോഗ് എടുത്തിരിക്കുകയാണ് ആശൻ. അപ്പം ഞാൻ ആ വീഡിയോയ്ക്ക് ക്ലാരിറ്റി ഒന്നുമില്ല, ഭയങ്കര ഷേക്കൊക്കെയാണ്. പക്ഷെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. മോൻ അതിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിഞ്ഞൂടാ. ഞാനതിപ്പോൾ കാണിച്ചു തരാമേ. പണ്ടത്തെ വീട് ആണെങ്കിൽ സെറ്റാക്കിയാണ്. അങ്ങനെ ഈ വീട് ഇപ്പൊ സൂപ്പർ. കണ്ടില്ലേ എന്റെ വീട്? കണ്ടില്ലേ? ഇതാണ്
എൻ്റെ അമ്മ ഇതെൻ്റെ ബർത്ത്ഡേക്ക് വാങ്ങിച്ച ജീപ്പ്. ഇതേപോലെ പൊടി ഇതൊക്കെ രാവിലെ പണ്ട് ചെയ്ത വേലയാണ്. ഈ കളർ പൊട്ടനില്ലേ ഇവിടെ എപ്പോഴും കാട്ടോട് ചീറ്റി പോയി അങ്ങനെ ഇവിടെ കാട്ടോട് ഇപ്പൊ മനസ്സില ഓരോരുത്തരും ഓരോ ജോലിയുണ്ട്. ഓരോരുത്തർക്കും ഓരോ ജോലിയുണ്ട്. നിന്റെ താങ്കളുടെ ജോലി എന്താണാവോ? താങ്കളുടെ ഫോണിൽ കുത്തിക്കണം. എവിടെ ആ പട്ടി എടുത്ത് ചെല്ലണ്ടേ? വേണ്ട. അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ മോനെടുത്ത വ്ളോഗ്? അടുത്ത യൂട്യൂബർ ആയിരിക്കും കേട്ടാവനും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളിത് കാണുന്നത് FBയിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം, അല്ല യൂട്യൂബിലാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയൊരു വീഡിയോയും പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം.